ഹലോ ഗൈസ്, വെൽക്കം ടു മൈ മലയാളീസ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ 10th പ്രിലിംസിനായിട്ടുള്ള ഓഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇത് നമ്മുടെ പാർട്ട് 3 ആണ്. ടൈം കളയാണ്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. 2032 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന്റെ വേദിയാണ് ബ്രിസ്ബെയിൻ. 2032 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന്റെ വേദി ബ്രിസ്ബെയിൻ. ചെമ്യുങ്ഡുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ചെമ്യുങ്ഡുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. മേട്ടൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. മേട്ടൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. UPS അഥവാ ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വന്നത് 2025 ഏപ്രിൽ 1. UPS അഥവാ ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വന്നത് 2025 ഏപ്രിൽ 1. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 2026 G20 സമ്മേളന വേദി അമേരിക്ക. 2025 G20 സമ്മേളന വേദി ദക്ഷിണാഫ്രിക്ക. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ ഭവൻ. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ ഭവൻ. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1986. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1986. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10ാം പഞ്ചവത്സര പദ്ധതി. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാലയെ സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ റഷ്യ. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം റഷ്യ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്. ദൂരദർശന്റെ ആസ്ഥാന മന്ദിരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. ദൂരദർശന്റെ ആസ്ഥാന മണ്ഡപം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. കേരളത്തിലെ മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം കോന്നി. കേരളത്തിലെ മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം കോന്നി. പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ. പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ. നൈറ്റ് വാച്ച്മാൻ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. നൈറ്റ് വാച്ച്മാൻ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. കേരളത്തിലെ ആദ്യ ഈ കോടതി നിലവിൽ വന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഈ കോടതി നിലവിൽ വന്നത് കോഴിക്കോട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ഗ്രാമസഭയുടെ യോഗങ്ങൾ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഗ്രാമസഭയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഗരസഭകൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഗരസഭകൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിലെ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ. കേരളത്തിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ. കേരളത്തിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ വെള്ളി മെഡലുകളുടെ എണ്ണം 1. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ വെള്ളി മെഡലുകളുടെ എണ്ണം 1. ഗഗയാൻ പദ്ധതി പ്രഖ്യാപിച്ച വർഷം 2018. 2018 ഗഗയാൻ പദ്ധതി പ്രഖ്യാപിച്ചത്.
ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച് 2018 കേട്ടോ ഗഗൻയാൻ പദ്ധതി. ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ആദ്യ AI പ്രോസസ്സറാണ് കൈരളി. ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ആദ്യ AI പ്രോസസ്സറാണ് കൈരളി. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച വർഷം 1888. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച 1888. 1885 മുതൽ 1924 വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ. 1885 മുതൽ 1924 വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനീഷുമാരി കണക്ക് തയ്യാറാക്കിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1875. തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനീഷുമാരി കണക്ക് തയ്യാറാക്കിയത് 1875. ഉത്രം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 തുറന്നത് എവിടെ? ആലപ്പുഴ. ഉത്രം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് 1887 തുറന്നത് ആലപ്പുഴ. 1847 മുതൽ 1860 വരെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാൾ. റാണി സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്തെ ദിവാൻ ആരായിരുന്നു? സേതുലക്ഷ്മി ബായിയുടെ ദിവാൻ M.E. വാട്ട്സ്. മുഴുവൻ സമയവും തിരുവിതാംകൂറിന്റെ ദിവാൻ പദവി വഹിച്ച ആദ്യത്തെ ഹൈന്ദവേതര വ്യക്തിയായിരുന്നു ആര്? M.E. വാട്ട്സ്. M.E. വാട്ട്സ്. തഞ്ചാവൂർ നാൾവർ എന്ന പ്രസിദ്ധരായ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞരായിരുന്നു? വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ. തഞ്ചാവൂർ നാൾവർ എന്ന പ്രസിദ്ധരായ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞരായിരുന്നു വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. 44ാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 44. കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി 52. കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി 82. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി കുറച്ചത് 61ാം ഭേദഗതിയാണ്. ഇന്ത്യയുടെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി കുറച്ചത് 61ാം ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1976. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1976. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് വീണ്ടും കേട്ട് മനസ്സിലാക്കുക. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. റിവിഷൻ ചെയ്യുക, അറിയാവുന്നത് റിവിഷൻ ചെയ്യുക. പുതിയ കുട്ടികൾ ബേസ് ക്വസ്റ്റ്യൻസ് ആണ്, കേൾക്കുക, പഠിക്കുക. ഓക്കെ, ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതിനായി അടുത്ത ക്ലാസ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഓഡിയോ ക്ലാസ്സിലേക്ക് കാണുന്നവരേക്കും ബൈ.